ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ്. പിച്ച് പൊട്ട ചിക്കൻ. പേര് കേട്ട് ആരും പേടിക്കുകയൊന്നും വേണ്ട. ഷ്രെഡഡ് ചിക്കൻ വെച്ച് ഒരു ഈസി റെസിപ്പിയാണിത്. നല്ല സ്പൈസസ് ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു 350 ഗ്രാംസ് ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കണത്. ചിക്കൻ നല്ലോണം മഞ്ഞപ്പൊടിയും വിനീഗറും ചേർത്ത് കഴുകി അതിനുശേഷം അതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് എണ്ണയും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് നമുക്ക് 3 വിസിലിന് ഇത് വേവിച്ചെടുക്കാം. ഇപ്പൊ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ട്. അത് നമുക്കിനി കൈ വെച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പിച്ചിയെടുക്കാം. നിങ്ങൾ ബോണുള്ള ചിക്കനാണ് എടുക്കണമെങ്കിൽ ബോണിൽ നിന്ന് പീസസ് ഒക്കെ വിടിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുക്കാം. അടുത്തത് നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ഡിഷിന് കുറച്ച് എണ്ണ കൂടുതൽ വേണം. എണ്ണ ചൂടായതിനു ശേഷം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം, അതായത് ഫെനൽ സീഡ്സ്. ഒരു 4 പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് സവാള ചേർക്കാം. ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതുമാണ് ചേർക്കണത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു വലിയ സവാള ചേർത്താലും മതി. ഇപ്പൊ തന്നെ വെളിച്ചെണ്ണയുടെയും പെരുംജീരകത്തിന്റെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സവാളയും ചെറിയുള്ളിയും ചേർത്ത് നല്ലോണം ഒരു ബ്രൗൺ കളർ ആവണ വരെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ സവാള ആവശ്യത്തിന് മുരിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കണത്. നമ്മൾ നോൺ വെജ് റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 2-3 മിനിറ്റ്സിന് ശേഷം ഇപ്പൊ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പച്ചമണമൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർക്കാൻ പോണത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാൻ ചേർക്കണത് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയാണ്. ഏത് ബ്രാൻഡിന്റെ മീറ്റ് മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയണ മാതിരി ഫ്ലെയിം മീഡിയമിൽ വെക്കണം. പൊടികൾ ചേർത്ത് ഒരു 1 മിനിറ്റ് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. തക്കാളി വേവിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കാൻ പോണത്. ഒരു 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഇപ്പൊ ചേർക്കാം. അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇത് നമുക്ക് നല്ലോണം മൂടി വെച്ച് വേവിക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 5 മിനിറ്റ് കഴിഞ്ഞു. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. മസാലപ്പൊടികളും എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചേർക്കാൻ പോണത് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ചിക്കൻ ചേർത്ത് ചിക്കനും മസാലയും കൂടി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അധികം കുത്തി ഇളക്കിയ ചിക്കൻ്റെ ഷേപ്പൊക്കെ ഒന്ന് മാറാണ്ട് നോക്കിക്കൊള്ളണം. ഇനി ഈ ചിക്കനും മസാലയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ബാക്കിയുള്ള 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കിത് മൂടി വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് വേവിക്കാം. ഞാനൊരു എക്സ്ട്രാ 2 പച്ചമുളകും കൂടി കീറിയിടുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അത് ചേർക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി. വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇതൊരു സെമി ഗ്രേവി ഡിഷാണ്. നമ്മൾ അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ജീരകം പൊടിച്ചതുമാണ്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ ജീരകത്തിന്റെയും കുരുമുളകിന്റെയും ഫ്ലേവർ ഒക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കാനായിട്ട്. ഇപ്പൊ നമ്മളുടെ ഡിഷ് റെഡിയായി. ഇനി ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഡിഷിന് പെരുംജീരകത്തിന്റെയും കറിവേപ്പിലയുടെയും ടേസ്റ്റ് ആണ് കൂടുതലെന്ന്. അപ്പൊ സ്റ്റൗ ഓഫ് ചെയ്യണതിന് മുമ്പ് ഒരു തണ്ട് കറിവേപ്പില ജസ്റ്റ് ഇതിന്റെ മുകളിൽ വെച്ച് നമുക്ക് ഇതിന്റെ ലിഡ് വെച്ച് മൂടി വെക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 15-20 മിനിറ്റ്സ് ഇത് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ കറിവേപ്പിലയുടെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഈ ഡിഷിന് നമുക്ക് കിട്ടും. ഈ ഗ്രേവി ഇടിയപ്പം, വെള്ളയപ്പം, ചപ്പാത്തി, പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്